നീണ്ട 2 ആഴ്ചത്തെ ലീവിന് ശേഷം ആരും ഇന്ന് സ്കൂൾ തുടങ്ങാമെന്ന് നാട്ടിലെ പോലെയുള്ള 2 മാസമൊന്നും ലീവില്ല, 2 ആഴ്ച ലീവ് കിട്ടും കേട്ടോ. പിന്നെ ഉള്ള മെയിൻ ലീവ് വരുന്നത് ഇവർക്ക് മെയ്ന്ന് പിന്നെ ജൂൺ വരെ, പിന്നെ അടുത്തത് വിൻറ്റേഴ്സിലാണ് ഇവർ ലീവ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇവർ ലീവ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കൽ. അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒന്ന് എണീപ്പിച്ച്, കുറച്ച് ദിവസം ആയില്ല രാവിലെ എണീക്കാത്ത, അതിൻ്റെ ചെറിയ മടിയെല്ലാം ഉണ്ടാക്ക്. പിന്നെ ഞാൻ ഇന്ന് 9 മണിയാകുമ്പോൾ പോയാൽ മതി, അതിനെക്കൊണ്ട് ഒരു 8 മണിയാകുമ്പോൾ എണീപ്പിച്ചിട്ടില്ലൂ കേട്ടോ. പിന്നെ അവന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു. ഇന്ന് ചപ്പാത്തിയും പിന്നെ ഗ്രീൻ പീസ് കറി, അതിനിടെ നല്ല ഫ്രഷ് ഗ്രീൻ പീസ് നമുക്ക് വിൻറ്റേഴ്സിൽ കിട്ടും. അപ്പോൾ അതിങ്ങനെ പൊളിച്ചിട്ട് നമുക്ക് അതിനെ ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് പിന്നെ അടുത്ത വിൻ്റർ വരെ എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നല്ല രസമാണ്. നമുക്ക് പുലാവ് ഉണ്ടാക്കുമ്പോൾ എല്ലാം നല്ല രസമാട്ടോ. അപ്പോൾ ഞാനത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് കുറച്ച് കറി വെച്ചിരുന്നു. പിന്നെ അവന് പാലെല്ലാം കൊടുത്തു, സോക്സ് ഇടിച്ചു, ഷൂ ഇടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊന്നും ഇല്ല, എല്ലാവരും സ്കൂൾ മാറി. അവിടെ UKG വരെ ഉള്ളൂ, ബാക്കി എല്ലാവരും 1-ാം ക്ലാസ്സിലേക്ക് KV-യിലേക്ക് മാറിയോണ്ടുള്ള സങ്കടം പറച്ചിലെല്ലാം ഉണ്ടായി. ഒറ്റയ്ക്ക് പോകേണ്ടതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പടയായിട്ടല്ലേ സ്കൂളിലേക്ക് പോയാലേ. ഇന്ന് പിന്നെ അവൻ ഒറ്റക്കായതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടം, എനിക്കും ഭയങ്കര സങ്കടം, ഒറ്റയ്ക്കേ പോകുമ്പോൾ ഒരു മടി പോലെ. പിന്നെ അവിടെ എത്തിയപ്പം ഒന്ന് ഉഷാറായി, എല്ലാ ബലൂണെല്ലാം തൂക്കിയിട്ട് വെൽക്കം ചെയ്യുന്നുണ്ടായി ടീച്ചേഴ്സ് എല്ലാം. അപ്പം അത്രയേ ഉള്ളൂ.